പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനുള്ളത് ശബരി എക്സ്പ്രസ്സിലാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ, റെയിൽവേയുടെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ ശബരി എക്സ്പ്രസ് എറണാകുളത്താണ് കയറിയത്. ഇപ്പോൾ ആലുവ എത്തി, ആലുവയിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ആലുവ പാലമാണത്, മാർത്തണ്ഡവർമ്മ പാലമാണ് കാണുന്നത്. അപ്പോൾ വീഡിയോ ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മുടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുടെ ബുദ്ധിമുട്ടും നമ്മൾ അടിക്കടി കേൾക്കാറുള്ളതാണ്. റെയിൽവേയുടെ കാര്യങ്ങളുണ്ടല്ലോ, അതായത് ട്രെയിനിൽ ജനറൽ ക്ലാസ് കുറവാണ്, റിസർവ്ഡ് യാത്രക്കാരാണ് കൂടുതൽ, അങ്ങനെ എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെയിലുകൾ കൂടുതൽ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ജനറൽ ക്ലാസ് ഈ വണ്ടിക്ക് തന്നെ കണ്ടില്ലേ, രണ്ട് ജനറൽ ക്ലാസ് ഉള്ളു, മുമ്പ് വരുന്നു പുറകിൽ. ഇത് സെക്കന്ദരാബാദ് പോകുന്ന ഹൈദരാബാദൊക്കെ പോകുന്ന ഒരു വണ്ടിയാണ്. എന്നിട്ട് ഇതിന് ഒരു ജനറൽ ക്ലാസ് അവർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതല്ല, നമുക്ക് മെയിനായിട്ടും ഈ ട്രെയിൻ യാത്രയിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. പാസഞ്ചേഴ്സിൻ്റെ സമയത്തിന് ട്രെയിനില്ല, എന്താ പറയുക, ബസ്സിനൊക്കെ പോകുന്നവരാണെങ്കിൽ കൂടുതലും ബ്ലോക്ക് അതുപോലത്തെ കാര്യങ്ങൾ അനുഭവിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിനെ തന്നെ ഒട്ടിക്ക് അവർ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നിടത്താണെങ്കിലും രാവിലെ തന്നെ എറണാകുളത്തേക്ക് ജോലിക്കൊക്കെ പോകുന്നവർ കൂടുതലും ട്രെയിനിനൊക്കെ ആശ്രയിച്ചാൽ പോകാറ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ റെയിലുകളുടെ ഭാഗത്തുണ്ട്. രാവിലെ ആ സമയത്ത് എന്താ പറയുക, മെമു ഉണ്ടെങ്കിലും മെമു ഒക്കെ കുത്തി അറിഞ്ഞാൽ ആൾ വരും. അപ്പോൾ അതിന് അഡീഷണലായിട്ട് ആ വരുന്ന അല്ലെങ്കിൽ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് ജനറൽ ക്ലാസ്സുകൾ അനുവദിക്കുക. അപ്പോൾ അത് റെയിൽവേക്ക് അനുസരിച്ച് വരുമാനം കിട്ടും, അത്ര ആൾ കയറുമല്ലോ. അതാണ് നമ്മളിതിപ്പോൾ പരശുറാം എക്സ്പ്രസ്സിന് ഓവർടേക്കാണ് പുതുക്കാട് സ്റ്റേഷനിൽ വെച്ച് ഫുൾ പരസ്യം ഇട്ടിട്ടുണ്ട്. നല്ല തിരക്കാണ് വണ്ടിക്കകത്ത്. നമ്മൾ തിരിച്ചു വരുന്ന പരശുറാം എക്സ്പ്രസ് ഉണ്ടല്ലോ, എല്ലാവർക്കും കന്യാകുമാരിക്ക് വരും. നമ്മൾ കന്യാകുമാരിക്ക് പോയത് ആ വണ്ടിക്കാണ്. അപ്പോൾ നമ്മൾ ഈ ആലുവ തൃശ്ശൂർ റൂട്ടിൽ ഇതുപോലത്തെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടും കേട്ടോ. നല്ല അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂർ ഇറങ്ങുകയാണ്. തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് നമ്മുടെ വണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ട്രാക്കൊക്കെ വേറെ, ഇത് ലോക്കോ, എന്താ പറയുക, ലോക്കോ ഒക്കെ വേറെ സ്ഥലത്തേക്ക് മാറ്റാം, അങ്ങനെ ട്രാക്കാന്ന് തോന്നുന്നു. അതറിയാവുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. തൃശ്ശൂർ സ്റ്റേഷൻ എത്തി. ഇത് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ വന്നിരിക്കുന്നത്. നമ്മൾ ശബരി എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങിയിരിക്കണം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, ജനറൽ ക്ലാസ്സിന് നല്ല തിരക്കാണ്. അങ്ങനെ ശബരി വിട്ടിരിക്കുകയാണ് കേട്ടോ. ശബരി എക്സ്പ്രസ് സെക്കന്ദരാബാദ് ലക്ഷ്യമാക്കി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുറച്ചൊരു സ്പെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ ട്രെയിൻ സ്പോട്ടിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണിച്ചു തരാം വീഡിയോക്കകത്ത്. അപ്പോൾ നേരത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്ത, എന്താ പറയുക, നമ്മൾ ഓവർടേക്ക് ചെയ്ത പരശുറാം എക്സ്പ്രസ് ഉണ്ടല്ലോ, പുതുക്കാട് പിടിച്ചിട്ട് അതുവരെ എത്തിയിരിക്കുകയാണ്. ഇത് എന്താ ബാക്ക് ഫ്ലോറാണ് ലോക്കോ, ഈ റോഡ് ഷെഡിൻ്റെ ബാക്ക് ഫ്ലോറാണ്. അല്ല, അതിനകത്ത് നല്ല തിരക്കാണ്. നമ്മൾ ക്യാമറയിൽ എത്ര വ്യക്തമാണെന്ന് കാണുന്നതിന് പറ്റുന്ന പറയത്തില്ല. കണ്ടില്ലേ, ഇവിടെ ഇല്ല, ഈ കോച്ചൊക്കെ നല്ല തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരശുറാം എക്സ്പ്രസ് ഇവിടെ നിന്ന് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. നമ്മളിവിടെ തലശ്ശേരി കിച്ചൺ എന്ന റെസ്റ്റോറൻറ്റ് ഉണ്ട്, വെയിറ്ററിനായിട്ടുള്ള. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ പറഞ്ഞത് ബിരിയാണിയാണ് കേട്ടോ. ഇതിനെല്ലാം 105 രൂപയായി. ആ ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി BCN ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം അങ്ങോട്ടേക്ക് പോകുന്നു, ഒരെണ്ണം ഇങ്ങോട്ടേക്ക് വരുന്നു. ശരിക്കും ഇന്ത്യൻ ട്രെയിനോട് ഒരു നട്ടേരം തന്നെ പറയാം കേട്ടോ. ചരക്ക് ഗതാഗതം BCN ഫ്ലൈറ്റാണ് മെയിനായിട്ടും കൈകാര്യം ചെയ്യുന്നത്. ലോക്കോ നോക്കാം, നമുക്ക് വായക്കുന്നതിനാണ് ലോക്കോ. ഷെഡിൻ്റെ ആണ് നോക്കട്ടെ. അത് ഇതുണ്ടോ, ആലാകുട ഷെഡിൻ്റെ ഒരു വാനാണത്. ഇത് മറ്റേ BCN ഫ്ലൈറ്റ് എന്ന് പറയും. അതായത് ഫുഡ് ഐറ്റംസ്, സിമെൻറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവന്ന ഒരു ടൈപ്പ് ഫ്ലൈറ്റാണിത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റേഷൻ്റെ നോർത്ത് എൻഡിലാണുള്ളത്. ഇവിടെ കട്ട പോസ്റ്റാണ് നമ്മൾ നേരത്തെ പോയ, എന്താ പറയുക, ഒരു ലോക്കോ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. നമുക്ക് ഞാൻ നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ലോക്കോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ, നേരത്തെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു. ഇതൊരു WAP 1 ആണ് കേട്ടോ, WP1 ഈ റോഡ് ഷെഡിൻ്റെ. നമ്മൾ ആ ഭാഗത്തുനിന്നൊക്കെ പോകുന്നത്. നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസിന് സൈഡിൽ ഒരു പോർഷനാണ് നമ്മളുള്ളത്. ഇവിടെ തിരക്ക് കുറവാട്ടോ ഇപ്പോൾ.
നേരത്തെ കണ്ട ആ ലോക്കോ ഇപ്പോൾ തിരിച്ച് റിവേഴ്സ് വരുന്നുണ്ട്. എനിക്കിവിടെ ഒരു ഓടിച്ച് പഠിക്കുകയാണെന്നോ. എന്തൊക്കെ പരിപാടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. of a platform ticket is 2 hours and the validity of a general ticket is 3 hours. ഇപ്പം ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വന്ന പാസഞ്ചറാണത്. പതിക്കാനുള്ള തിരക്കൂടെ ഉണ്ട് നല്ല രീതിയിൽ. Your attention please. Train number 56317 Guruvayur Ernakulam passengers will arrive ആ shortly. വാപ്സാനാണ് ഉണ്ടല്ലോ ഇപ്പോൾ. Platform number 1. ആ ഈറോഡ് ഷെഡിൻ്റെ ഒരു വാപ്സാനാണ്. വണ്ടിയിൽ നല്ല തിരക്കാണ് എൻ്റെ അമ്മ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ജനറൽ കോച്ച് കൂട്ടിയിട്ടും കയറില്ല. ആൾക്കാർക്ക് യാത്രയാണ് അത്ര യാത്രക്കാരുണ്ട് നമ്മുടെ റെയിൽവേനെ ആശ്രയിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കണ്ടില്ല, ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്. എന്നിട്ട് അത് തിരക്ക് കണ്ടില്ലേ. ഒരു കോച്ചിനകത്ത് 10 കോച്ചിലെ ആൾ എന്തായാലും കയറും, അത്രയും തിരക്കാണ്. അപ്പോൾ ഓരോ ട്രെയിനിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും ഇതുണ്ടായിട്ടും എന്താ പറയുക, ജനറൽ കോച്ചിനായിട്ട് വണ്ടി ഇപ്പം തന്നെ തിങ്ങി നിറഞ്ഞ വണ്ടി ഇരിക്കുന്നു. അപ്പോൾ 1-2 ജനറൽ കോച്ചുള്ള വണ്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത് നമ്മൾ ഈ കൂടുതലും ട്രെയിനിനെ ആശ്രയിക്കുന്നവരായതുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ കയറും. അപ്പോൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ ഇതുപോലൊരു വണ്ടി വരാനുണ്ട്. വണ്ടിയാണെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അത്രയും യാത്രക്കാർ റെയിൽവേനെ ആശ്രയിക്കുന്നുണ്ട് മെയിനായിട്ട്. അപ്പോൾ ജനറൽ കോച്ചുകൾ കൂട്ടുക വണ്ടിയുടെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് എടുക്കുകയാണ് കേട്ടോ. ഈ പാസഞ്ചർ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. കൊടി വീശി, പച്ചക്കൊടി വീശിയിട്ടുണ്ട്. വാപ്സാനായിട്ട് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് യോഗനഗരി ഋഷികേശ് എക്സ്പ്രസ്സാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. റോയപുരത്തിൻ്റെ ഒരു വാപ്സാനാണത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇതിന് കുറച്ച് 2-3 ജനറൽ കോച്ചുണ്ട് അവിടെ മാച്ച് പോയി കഴിഞ്ഞാൽ. ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഫ്രണ്ടിൽ 2 ജനറൽ കോച്ചുണ്ട്. ഇത് കഴിഞ്ഞ് AC. ഇതിന് മിക്കവാറും ബാക്കിലും ചിലപ്പോൾ ഒരു ജനറൽ കാണാം. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ട്രെയിനെന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് ഹരിദ്വാർ യോഗനഗർ ഋഷികേശിലേക്ക് പറ്റിയ ഒരേ ഒരു ട്രെയിനുണ്ടാകും. ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. ഇത് വെള്ളിയാഴ്ചകളിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ട്രെയിൻ. ഇപ്പോൾ AC അതിനോട് നിർത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ യാത്രാ ക്ലാസ് ഭയങ്കരമാണ് റെയിൽവേയുടെ. നേത്രാവതി പോയി കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് ജനറൽ കോച്ചുള്ളൊരു വണ്ടി പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഫുള്ളി റിസർവേഷനാണ്. എന്താ പറയുക, അത് ടോട്ടലി അതാണ് അവസ്ഥ. പാസഞ്ചർ ട്രെയിനുകൾ അങ്ങോട്ടേക്ക് കുറവാണ്. അപ്പോൾ എന്താ പറയുക, അതൊക്കെ ഒന്ന് റെയിൽവേ പരിഗണിക്കേണ്ട ആവശ്യം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മുടെ വണ്ടി തറൂർ റെയിൽവേ സ്റ്റേഷനിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എറണാകുളം എക്സ്പ്രസ് നമ്മൾ തിരിച്ചു പോകണം അങ്ങോട്ടേക്ക്. പ്ലാറ്റ്ഫോം 3-ലാണ് കേട്ടോ വണ്ടി വന്നത്. സാറിന് 1-ൽ വരുന്ന വണ്ടിയാണ്. ഞാൻ ഈ വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഓക്കെ ദെൻ ബൈ.